ഹായ് REVSOUL എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് BMW തന്നെ 310 GS ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ BMW ന്യൂസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. BMW 2 പുതിയ മോട്ടോർ സൈക്കിൾസ് അൺവീൽ ചെയ്ത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് BMW R1300 RT പറ്റി സംസാരിക്കാം. പഴയ നമ്മുടെ R1250 RTനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേയേറെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ BMW ആയതുകൊണ്ട് തന്നെ കുറേയേറെ ഫീച്ചേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പഴയ 1250cc എഞ്ചിൻ മാറ്റി ഇത്തവണ പുതുതായിട്ട് 1300 ട്വിൻ സിലിണ്ടർ ബോക്സർ എഞ്ചിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 143 bhp അതേപോലെ തന്നെ ഒരു 149 Nm ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ലുക്ക് വൈസ് ഒന്നും ഒരു രക്ഷയില്ല, BMW ആണ്. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ലുക്ക് വൈസ് ഒക്കെ. പിന്നെ അടുത്തതും BMW തന്നെ R1300 RS എന്ന് പറയുന്ന ബൈക്കാണ്. ഇത് രണ്ടും ലൈക്ക് ഒരു ടൂറിങ്ങിന് വേണ്ടി എടുക്കുന്ന ബൈക്കാണ്. ഇതിലും സിമിലർ ആയിട്ടുള്ള ചേഞ്ചസ് ലൈക്ക് ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഫീച്ചേഴ്സും അതേപോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ പഴയതിനെക്കാട്ടി ഒരു 1.4 kg ലൈറ്ററാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനും അതേപോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ 1250cc എഞ്ചിൻ മാറ്റി ഇപ്പോൾ ഒരു 1300cc ട്വിൻ സിലിണ്ടർ ബോക്സർ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പവർ ഫിഗേഴ്സ് ഒരു 143 bhpയും ഒരു 143 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു BMW 1300 RSന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. കാണാൻ RS എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലുക്ക് വൈസ് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു കിട്ടിയ ലുക്ക് തന്നെയാണ് BMW 1300 RS വരുന്നത്. പിന്നെ ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബജാജിൻ്റെ NS400 2025 കുറച്ച് അപ്ഡേറ്റ്സ്, 2 അപ്ഡേറ്റ്സുമായിട്ട് പുതിയൊരു ബൈക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ടയേഴ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. MRFൻ്റെ ടയേഴ്സ് ചേഞ്ച് ചെയ്ത് ഇനി തൊട്ടാണ് വരാൻ പോകുന്നത്. അപ്പോളുടെ ആൽഫ H1 ആയിരിക്കും. റിയർ സൈഡ് 140 സെഷൻ ടയേഴ്സ് മാറ്റി ഇത്തവണ 150 സെഷൻ അപ്പോളുടെ ആൽഫ H1 ആയിരിക്കും ഇനി തൊട്ട് NS400 വരുന്നത്. പിന്നെ ബ്രേക്ക് പാഡ്സും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട് വരാൻ പോകുന്ന NS400 സിന്തറ്റിക് ബ്രേക്ക് പാഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബ്രേക്കിംഗ് ബൈറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ 2 കോൾ ബാക്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഹിമാലയൻ്റെ സൈഡിൽ നിന്ന് നോക്കാം. ഹിമാലയൻ്റെ സ്ക്രാം 440 എന്ന ബൈക്ക് ഉണ്ടല്ലോ, അത് കോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് എൻജിൻ ഇഷ്യൂസ് കാരണമാണ് കോൾ ബാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുക്കിങ്സ് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ക്ലിയർ ഔട്ട് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ട് ഡെലിവറീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രാം 440 ബുക്ക് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത കോൾ ബാക്ക് എന്ന് നോക്കുമ്പോൾ നമുക്ക് വോൾസ് വാഗൻ്റെ സൈഡിൽ നിന്നും സ്കോഡയുടെ കാർസും കുറച്ച് കോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് സ്കോഡയും വോൾസ് വാഗനും കോൾ ബാക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിർട്ടസ് അതേപോലെ 2 ടായ്ഗൺ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ സ്കോഡയുടെ സ്ലാവിയ അതേപോലെ 2-3 കാർസൊക്കെ അവർ കോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇഷ്യൂ ക്ലിയർ ഔട്ട് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. മൊത്തത്തിലേക്ക് ഒരു 43,000 യൂണിറ്റ്സ് ആണ് അവർ കോൾ ബാക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രോപ്പർലി ക്ലിയർ ചെയ്തിട്ട് അവർ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ കവാസക്കിയുടെ സൈഡിൽ നിന്നാണ്. കവാസക്കിയുടെ 2025 വേഴ്സസ് 650 വന്നിട്ടുണ്ട്. ആകെ കൂടി വന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ പുതിയ കളർ സ്കീംസ് ആണ്, വേറെ അധികം ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ വൈസറിൽ ചെറിയൊരു റീഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കവാസക്കി ക്ലെയിം ചെയ്യുന്നു. മേ ബി കൊണ്ടുവന്നതാണ്, ബിക്കോസ് കുറച്ചുകൂടി എയറോഡൈനാമിക്കലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ചേഞ്ച് വൈസറിൽ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കവാസാക്കിയുടെ സൈഡിൽ നിന്ന് വളരെയധികം കുറച്ചുള്ള ന്യൂസ് ആയിരുന്നു. പിന്നെ ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ യമഹയുടെ RTX 150 ഉണ്ടല്ലോ, 150 ആയിരുന്നോ 155 ആയിരുന്നോ, എന്തായാലും അതിലും പുതിയ കളർ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ നമുക്ക് OBD2B കോംപ്ലൈൻ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ്സ്. നമുക്ക് യമഹയുടെ 155cc വരുന്ന RTX വരുന്നത്. പിന്നെ ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ TVSൻ്റെ സൈഡിൽ നിന്നാണ്. TVSൻ്റെ സൂപ്പർ മോട്ടോ ബൈക്കായിട്ടുള്ള Rts-X എന്ന് പറയുന്ന മോഡലുണ്ടല്ലോ, അത് ഇന്ത്യയിൽ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വരുമെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, മേ ബി ഉടനെ വരുന്നതായിരിക്കും. എന്തായാലും കാണാനൊക്കെ അത് ഭീകര ലുക്കാണ്. ഇപ്പോൾ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ KTM കൊണ്ടുവന്നായിരുന്നല്ലോ അവരുടെ ഡ്യുവൽ പർപ്പസ് മോട്ടോർ സൈക്കിളായ SMCR, അതിനൊരു കോമ്പറ്റീഷൻ ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. കാണാനൊക്കെ അത് ഭീകര ലുക്കാണ് TVSൻ്റെ സൈഡിൽ നിന്ന്. പ്രോട്ടോടൈപ്പ് അൺവീൽ ചെയ്ത ടൈപ്പ് എന്തായാലും വരട്ടെ, വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. പിന്നെ നമുക്കൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് വോൾസ് വാഗൻ്റെ സൈഡിൽ നിന്നാണ്. വോക്സ് വാഗൻ അവരുടെ ഗോൾഫ് GTI ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. May 5 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത്തവണ നമുക്ക് ഒരു 8th ജനറേഷൻ ആയിട്ടുള്ള ഒരു ഗോൾഫ് GT ആണ് കിട്ടുന്നത്. ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 4 സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിനാണ്. ഒരു 265 bhpയും ഒരു 370 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു ഗോൾഫ് GTI വരുന്നത്. ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് പറയുന്ന ഒരു 40 ലക്ഷം രൂപയൊക്കെ ആവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഗോൾഫ് GTI ഇന്ത്യയിലോട്ട് വരുന്ന ടൈം.
പിന്നെ നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസും ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്തവണത്തെ ഹാപ്പി ന്യൂസ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ലംബോർഗിനിയാണ്. ബിക്കോസ് ഹറിക്കെയിൻ്റെ സക്സസർ ആയിട്ടുള്ള ടെമറാരിയോ ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. വെറും 6 കോടി രൂപയ്ക്കാണ് കേട്ടോ ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുന്നത്. പഴയ നാച്ചുറലി ആസ്പിറേറ്റഡ് V10 എഞ്ചിൻ മാറ്റിയിട്ട് ഇത്തവണ ഒരു ഹൈബ്രിഡ് ട്വിൻ ടർബോ V8 എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിലേക്ക് അപാരമാണ്. ബിക്കോസ് ഒരു 930 bhpയും ഒരു 2050 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു ഹൈബ്രിഡ് ട്വിൻ ടർബോ V8 എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ പറയണോ, സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ പറയാൻ നോക്കുമ്പോഴേക്ക് ഒരു 0 to 100 ഒക്കെ ലെസ് ദാൻ ഒരു 2.7 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു 343 km/h ടോപ്പ് സ്പീഡൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാറാണ് കേട്ടോ ലാംബോർഗിനിയുടെ ടെമറാരിയോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഗൈസ് ഈ ആഴ്ചത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്നൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഇതേ ഒരു സമയത്ത് കാണാം. അതുവരയ്ക്കും ഓക്കെ, ബൈ.